ഔലിയാക്കളുടെ മക്ബറകൾ, അമ്പിയാക്കളുടെ മക്ബറകൾ, സ്വാലിഹീങ്ങളുടെ മക്ബറകൾ അത് ബറക്കത്തുള്ളതാണ്. അത്തരം ബറക്കത്തുള്ളതാണ് എന്ന് വാദിപ്പിച്ചു. മിനൽ മസ്ജിദിൽ ദിവസം വന്നു അൽ-കഹ്ഫ് ഓതുന്ന ആളുകളെ കാണാനുണ്ടോ, തസ്ബീഹ് നിസ്കരിക്കുന്നവരെ കാണാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടായെന്ന് വന്നേക്കാം, ആളുകളില്ല. പാങ്ക് കൊടുത്താലും പള്ളിയിലെത്താൻ ആളുകളില്ല. കാരണം തിരക്കാണ്, സമയമില്ല. യുവാക്കളാണെങ്കിലോ യുവാക്കൾക്ക് വലിയ തിരക്കാണ്. എന്ത് തിരക്കാണെന്ന് അല്ലാഹു അഅലം. പണിയും നമ്മുടെ യുവാക്കൾക്കില്ല, അധിക യുവാക്കൾക്കും വളരെ ജോലി കുറഞ്ഞവരാണ്. പക്ഷേ തിരക്ക് ധാരാളമാണ്. പള്ളിയിലെത്താൻ സമയമില്ല, അൽ-കഹ്ഫ് ഓതാൻ സമയമില്ല. ആളുകൾ കുറഞ്ഞു വരികയാണ്. കുറച്ചു കഴിഞ്ഞാൽ അൽ-കഹ്ഫ് ഓതുന്നവർ ഇല്ലാതെയായി പോകും. അത് ഖിയാമത്ത് നാളിന്റെ തുടക്കമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കളുടെ അനുസ്മരണം, ഔലിയാക്കളെ അനുസ്മരിക്കണം. വെള്ളിയാഴ്ച ദിവസത്തിൽ അൽ-കഹ്ഫ് ഓതുന്നു. എന്താണ് അൽ-കഹ്ഫ് സൂറത്തിലുള്ളത്? ആ അൽ-കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്താണ്. എന്താ അതിലുള്ളത്? സുബ്ഹാനല്ലാഹ്, അൽ-കഹ്ഫ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയപ്പെട്ട ഗുഹ എന്നാണ് അതിന്റെ അർത്ഥം. അറിയപ്പെട്ട ഗുഹ എന്ന പേരാണ് ആ സൂറത്തിന് തന്നെ കൊടുത്തത്. ഏത് ഗുഹയാണത്? സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ താമസിച്ച ഗുഹയാണ്. ഔലിയാക്കൾ താമസിച്ച ഗുഹയാണ്. 7 അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചെയ്യേണ്ടത്, എല്ലാ ഔലിയാക്കളും പാരായണം ചെയ്യേണ്ടത് ഔലിയാക്കളുടെ ചരിത്രമാണ്, ഔലിയാക്കളുടെ അനുസ്മരണയാണ്. ആ ഔലിയാക്കളെ അനുസ്മരിക്കാതെ ലോകം നിലനിൽക്കൂല എന്നാണ് ഖുർആൻ. അൽ-കഹ്ഫ് ഓതാതെ ലോകം നിലനിൽക്കൂല, ലോകത്തിന് നിലനിൽപ്പില്ലെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കളെ അനുസ്മരിച്ചേ പറ്റൂ. അവരുടെ ജീവിത ചരിത്രം നാം അയവിറക്കിയേ പറ്റൂ. അവരുടെ ജീവിത ചരിത്രങ്ങൾ പറയണം, അത് ജനങ്ങൾ അറിയണം. മഹാന്മാരുടെ ത്യാഗങ്ങൾ അറിയണം. അത് അറിയാൻ വേണ്ടിയാണ് അനുസ്മരണകള്. അവർ ചെയ്ത ത്യാഗങ്ങൾ പഠിക്കാനാണ് അനുസ്മരണകള്. അവരുടെ ത്യാഗങ്ങൾ അറിയാനും അത് ജീവിതത്തിൽ പകർത്താനുമാണ് ഉറൂസിന്റെ പരിപാടികള്. ഔലിയാക്കൾ അനുസ്മരിച്ചുകൊണ്ടാണ് ഉറൂസ് നടത്തുന്നത്. അവരുടെ ചരിത്രങ്ങൾ ജനങ്ങൾ അറിയണം, ഇവിടത്തെ ലോകങ്ങൾ അറിയണം, വളർന്നു വരുന്നവർ അറിയണം, അതേപോലെ ഇവിടെ ജീവിക്കുന്നവർ അറിയണം. എല്ലാവരും ഔലിയാക്കളുടെ ത്യാഗം അറിയണം, അവരുടെ ജീവിതങ്ങൾ അറിയണം. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളെ സ്നേഹിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അതെന്തിനാണ്? അത് ആഖിറത്തിന്റെ വിജയത്തിനാണ്, അത് ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് ആ സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പൂർണ്ണമായി പഠിപ്പിക്കുകയാണ്. ആ നായന്റെ സംഭവം കൂടി അതിലല്ല പറഞ്ഞില്ലയോ? നായ എന്നുള്ളത് അസ്ഹാബുൽ കഹ്ഫാകുന്ന ഔലിയാക്കള്. ആ ഔലിയാക്കളെ പ്രിയം വെച്ചവരെ പിന്നാലെ കൂടി. ആ കൂടിയതിന്റെ പേരിലോ ഔലിയാക്കളുടെ സ്ഥാനമാണ് അല്ലാഹു ഖുർആനിൽ അതിന് കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളെ ചരിത്രം പറയുമ്പോ ആ നായന്റെ പേര് പറയാതെ ഔലിയാക്കളുടെ അനുസ്മരണം പരിപൂർണമല്ല, സൂറത്തുൽ കഹ്ഫ് ഓതാൻ സാധ്യമല്ല. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന അബ്ബാസ് മുസ്ലിയാർ അവരുകൾ, വലിയുള്ളാഹി അബ്ബാസ് മുസ്ലിയാർ അവരുകൾ, അതേപോലെ ഇവിടെ കിടക്കുന്ന തങ്ങന്മാര് എല്ലാവരും വെള്ളിയാഴ്ച രാവിലെ വന്നിരുന്നു. ജുമഅയ്ക്ക് മുമ്പ് അവർ അൽ-കഹ്ഫ് ഓതിയവരാണ്. ആ അൽ-കഹ്ഫ് ഓതുന്ന സമയത്ത് അവരും ഓതിയവരാണ്. വകൽബുഹും ബാസിതുൻ വിറാഇഹി ബിൽ വസീദ്, അവരെ പ്രിയം വെച്ച അവരുടെ നായ അവരുടെ ഗുഹയുടെ മുമ്പാകത്തതാ അത് കയ്യും നീട്ടിയിരിക്കുന്നു. ആ നായന്റെ പേര് ഔലിയാക്കൾ ഓതണം, എല്ലാ സ്വാലിഹീങ്ങളും ഓതണം. എന്തിനേറെ പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആ നായന്റെ പേര് ഉൾക്കൊള്ളുന്ന സൂറത്തുൽ കഹ്ഫ് ഓതിയതാണ്. അസ്വാദ് അവിടുത്തെ അസ്വാബുകൾ ഓതിയതാണ്.
മുൻകാല മഹാന്മാരാകുന്ന പണ്ഡിതന്മാരോതിയതാണ്. എല്ലാ മഹാന്മാരും ആ നായന്റെ പേര് ഖുർആനിൽ പാരായണം ചെയ്യുന്നു. ആ നായന്റെ മഹത്വം പറയുന്നു. ആ നായ ഔലിയാക്കളോടുകൂടെ നാളെ സ്വർഗത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ചോദിക്കട്ടെ, ഞാൻ ആ നായ ചെയ്ത അമലെന്താണ്? ആ നായ ചെയ്തതായിരിക്കുന്ന ഇബാദത്ത് ഏതാണ്? ആ നായ എന്തിന്റെ പേരിലാണ് സ്വർഗത്തിൽ കിടന്നത്? ആ നായ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പേരിലാണോ? ആ നായ ധർമ്മം ചെയ്തതിന്റെ പേരിലാണോ? ആ നായ ഇവിടെ ഹജ്ജ് ചെയ്തതിന്റെ പേരിലാണോ? ആ നായ സക്കാത്ത് കൊടുത്തതിന്റെ പേരിലാണോ? ഏത് ത്യാഗത്തിന്റെ പേരിലാണ് ആ നായക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം സമ്മാനിച്ചത്? എന്റെ യുവാക്കളെ, നമുക്കിതിൽ പാഠമില്ലയോ? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പാഠമില്ലയോ? ആ നായക്ക് അല്ലാഹു തആല സ്വർഗം കൊടുത്തത് ഔലിയാക്കളെ, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹുവിനെ പ്രിയം വെച്ച ഔലിയാക്കളെ ഞാൻ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞ് നായ അസ്വാബുൽ കഹ്ഫിന്റെ പിന്നാലെ കൂടി ആ നായ ഔലിയാക്കളെ പ്രിയം വെച്ചു. അത് നിസ്കരിച്ചിട്ടില്ല, അത് നോമ്പ് നോറ്റിട്ടില്ല, അത് സക്കാത്ത് കൊടുത്തിട്ടില്ല, അത് ഹജ്ജ് ചെയ്തിട്ടില്ല. ആ നായക്കല്ല സ്വർഗം കൊടുത്തു. ഔലിയാക്കളെ പ്രിയം വെച്ചതിന്റെ പേരിൽ, ഔലിയാക്കളെ പിന്നാലെ കൂടിയതിന്റെ പേരിൽ സ്വർഗം കൊടുത്തു എന്ന് മാത്രമല്ല, ആ നായക്ക് ഔലിയാക്കളുടെ സ്ഥാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കൊടുത്തു എന്ന് മാത്രമല്ല, ആ നായന്റെ അനുസ്മരണം ഖിയാമത്ത് നാൾ വരെ ഈമാനുള്ളൊരു മുഅ്മിൻ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന കാലത്തോളം ആ നായന്റെ അനുസ്മരണം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും കേട്ടോ. ആ നായന്റെ പേര് വെള്ളിയാഴ്ച ദിവസത്തിലൂടെ പാരായണം ചെയ്യപ്പെടും. ഈ മനുഷ്യനും രക്ഷപ്പെടാൻ സാധ്യമല്ല. വെറും ആരാധന കൊണ്ട് രക്ഷപ്പെടൂല. അതിന്റെ പരിശുദ്ധ ഖുർആനിലെ മറ്റു സൂറത്തുകൾ തെളിവല്ലയോ? അല്ലാഹു ബഹുമാനിച്ച നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിക്ക് ധാരാളം അറിവുകൾ അല്ലാഹു കൊടുത്തു. എന്നിട്ടോ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് അത് മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നു. മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാ പേരുകളും ആദം നബിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാലോ മക്കൾ ജനിച്ചാൽ പേര് വെക്കാനുള്ള പേരാണോ പറഞ്ഞത്? അല്ല, അല്ല, അല്ലാഹു തആല പേര് പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഈ ലോകം പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ എന്തെല്ലാം വസ്തുക്കള് ഈ ഭൂമിയിൽ അല്ലാഹു പടക്കാനുണ്ടോ, എന്തെല്ലാം പടച്ചു, അത് മുഴുവനും ആദം നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ആ പേര് മാത്രം പഠിപ്പിച്ചാൽ മതിയോ? പേര് മാത്രം പഠിപ്പിച്ചാൽ ആ പേര് മാത്രം മലായികത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മലായികകൾ ചോദിക്കൂലേ, ഈ മൊബൈൽ കാണിച്ചുകൊണ്ട് ഇത് മൊബൈലാണെന്ന് പറഞ്ഞാല് മലക്കുകൾ ചോദിക്കൂലേ, ഇതെന്തിനാണ് നബിയെ, ഇതെന്തിനുള്ളതാണ് നബിയെ? മലക്കുകൾ ചോദിക്കുമല്ലോ. അപ്പൊ മൊബൈലിന്റെ ഉപയോഗവും ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഖുർആനിൽ അത്രയും മഹത്വത്തോടുകൂടി ആദം നബിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് പറഞ്ഞത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ഈ ലോകം തുടങ്ങിയത് മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ സാധനങ്ങളും ആദം നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല കാണിച്ചു, പഠിപ്പിച്ചു, അതിന്റെ ഉപയോഗം പഠിപ്പിച്ചു. ഇബ്ലീസ് ഭൂമിയിൽ സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലമുണ്ടാകൂല എന്നാണ് പറയുന്നത്. ഇബ്ലീസാകുന്ന ലഅനത്താകപ്പെട്ട ഇബ്ലീസ്, അവൻ ഭൂമിയിൽ സുജൂദ് ചെയ്യാത്ത ഒരു ഇഞ്ച് സ്ഥലമുണ്ടാകൂല. ഏത് മനുഷ്യനാണ് അങ്ങനെ ഭൂമിയിൽ സുജൂദ് ചെയ്തത്? അത്തരക്കും ഭൂമിയിൽ സുജൂദ് വേണം. ഇതിന്റെ എ ടു സെഡ് മലക്കുകൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് അലൈഹിസ്സലാം മുഖേന മലക്കുകൾക്ക് അല്ലാഹു തആല ലോകത്തേക്ക് മലക്കുകളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട